everyone, welcome back to Xylem Learning. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. പഠിച്ച ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്യേണ്ട സമയവും പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സമയവുമാണ്. നന്നായിട്ട് തന്നെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഹോമോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മക മിശ്രിതങ്ങൾ, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുമ്പോൾ ഹെട്രോജീനസ്. എന്താണ് ഈ ഹോമോജീനസ് മിക്സ്ചേഴ്സും ഹെട്രോജീനസ് മിക്സ്ചേഴ്സും? മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മിശ്രിതം. ഈ മിശ്രിതങ്ങൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള മിശ്രിതങ്ങളെ നമുക്ക് കാണാം. ഏകാത്മക മിശ്രിതങ്ങൾ, അതേപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു പ്രത്യേകത? ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ ചോദിക്കും. ചിലപ്പോൾ ഇവരെ രണ്ടുപേരും തമ്മിൽ, അതായത് ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും തമ്മിലുള്ള കമ്പാരിസൺസും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് എന്താ നോക്കാം. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഈസ് കോൾഡ് ഹോമോജീനസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും അല്ലെ ഒരേപോലെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കമ്പോണൻസുകൾ ഒന്നിലധികം ഉണ്ട്. അപ്പൊ ഈ കമ്പോണൻസുകളെല്ലാം തന്നെ എന്താണ്, ഒരേ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഹോമോജീനസ് മിക്സ്ചർ ഉണ്ടാവുക. ദ മിക്സ്ചർ ഷോസ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്ട് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എടുത്ത് നമുക്ക് പറയാം. നിങ്ങൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായയുടെ എല്ലാ ഭാഗത്തും അല്ലെ, ചായയുടെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്, വെള്ളം ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്താണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്. സോ ഇറ്റ്സ് എ മിക്സ്ചർ. അതേസമയം അല്ലെ ചായ കുടിച്ചു നോക്കുമ്പോൾ അടിയിൽ നിന്ന് കുടിച്ചാലും മേലേന്ന് കുടിച്ചാലും ഒക്കെ എന്താണ്, ചായന്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതെന്താ, ഏകാത്മക മിശ്രിത. അതേസമയം ഭിന്നാത്മക മിശ്രിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ പല ഭാഗത്തും പല ടേസ്റ്റാ. ഫോർ എക്സാമ്പിൾ നമുക്ക് സാൻഡ്വിച്ചിന് തന്നെ നോക്കാം. സാൻഡ്വിച്ചിനകത്ത് ബ്രെഡ് ഉണ്ട്, വെജീസ് ഉണ്ട് അല്ലെ, ചിലപ്പോൾ ചീസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ഭാഗത്തും അല്ലെ ഒരേ ടേസ്റ്റ് ആണുള്ളത്. ചിലപ്പോൾ ചിക്കൻ പീസ് ആയിരിക്കും, ചിലപ്പോൾ വെജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഓരോ പാർട്ടിലും എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗത്തും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെട്രോജീനസ് മിക്സ്ചേഴ്സ്. എന്താ വിളിക്കുക, ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. അപ്പൊ ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും ആണുള്ളത്. ഈ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഏകാത്മക മിശ്രിതം, വ്യത്യസ്തമാണെങ്കിൽ അത് ഭിന്നാത്മക മിശ്രിതം. അപ്പൊ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ദേ ആർ കോൾഡ് ആസ് സൊല്യൂഷൻ അല്ലെ. ഹോമോജീനസ് ആകുമ്പോൾ നമ്മൾ അവരെ സൊല്യൂഷൻസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ദീസ് ആർ കോൾഡ് സസ്പെൻഷൻ ഓർ കൊളോയിഡ്സ്. ചില സമയത്ത് സസ്പെൻഷൻ എന്നും കൊളോയിഡ്സ് എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കേ, സബ്സ്റ്റൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാ ഭാഗത്തും എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ദ സബ്സ്റ്റൻസ് ആർ അൺഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ, എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് ഉള്ളത് അല്ല. ദേ ആർ നോട്ട് വിസിബിൾ ടു ദ നേക്കഡ് ഐ ബട്ട് വിസിബിൾ ത്രൂ മൈക്രോസ്കോപ്പ്. നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല. ചായന്റെ അകത്തുള്ള കമ്പോണൻസ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതേസമയം അല്ലേ, ദേ ആർ ഈസിലി വിസിബിൾ ടു ദ നേക്കഡ് ഐ ത്രൂ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ, വേഗം തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സാധാരണ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം എന്താണ്, മൈക്രോസ്കോപ്പിന്റെ കൂടെയും നമുക്ക് കാണാം. മൈക്രോസ്കോപ്പിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കിക്കേ നിങ്ങൾ, ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് കാണിച്ചിട്ടുണ്ട്, പിസ്സ കാണിച്ചിട്ടുണ്ട്, സോഡ വിത്ത് ഐസ് കാണിച്ചിട്ടുണ്ട്, ടോസ്റ്റ് സാലഡ് കാണിച്ചിട്ടുണ്ട്, സാൻഡ്വിച്ച് എല്ലാം കഴിക്കുന്നത് വെച്ച് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പൊ അടുത്തത് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. കോഫി കൊടുത്തിട്ടുണ്ട്, വൈൻ കൊടുത്തിട്ടുണ്ട്, എയർ കൊടുത്തിട്ടുണ്ട്, ബ്രാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സോളിഡ് കൊടുത്തിട്ടുണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഗ്യാസസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസസും എന്താണ്, ഹോമോജീനസ് മിക്സ്ചറിൽ ഈ 3 സ്റ്റേറ്റ് ഓഫ് മാറ്ററിലുള്ള ആളുകളും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹോമോജീനസ് മിക്സ്ചറും ഹെട്രോജീനസ് മിക്സ്ചറും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ഥിരം ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ പുതുതായിട്ട് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മെഗാ 30 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 30% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ടിരിക്കട്ടെ എല്ലാവരും. ബൈ.